അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലെ ജലസേചനത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമുക്കറിയാം, ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ കാക്ടസ് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അപ്പോൾ ഇതിന് വളരെ അധികമൊന്നും ജലസേചനം ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള മാസങ്ങളിൽ ആഴ്ചയിൽ 1-2 തവണ നമുക്ക് ചെറുതായിട്ട് ജലസേചനം ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും നല്ലത് ചെയ്യാൻ കഴിയുന്നവർക്ക് അത് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തോട്ടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് മൈക്രോ സ്പ്രിങ്ക്ലർ ആണ്. ഡ്രിപ്പ് ഇറിഗേഷൻ വേണമെങ്കിലും ചെയ്യാം, എന്നാൽ ഏറ്റവും നല്ലതായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത് മൈക്രോ സ്പ്രിങ്ക്ലറാണ്. അപ്പോൾ ഓരോ സ്റ്റാൻഡേർഡിലും 2 മൈക്രോ സ്പ്രിങ്ക്ലർ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിരിഞ്ഞ് ഈ ഓരോ സ്റ്റാൻഡേർഡിലും ഉള്ള 4 വള്ളികൾക്കും മാക്സിമം ജലം കിട്ടുന്ന രൂപത്തിൽ ഇത് വെള്ളം കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഇതാണ് ഇപ്പോൾ ഏറ്റവും വിജയപ്രദമായി കണ്ടിട്ടുള്ളത്. അപ്പം മൈക്രോ സ്പ്രിങ്ക്ലർ ചെയ്യുകയാണെങ്കിൽ ചെടികൾക്ക് ചുറ്റുമായി വെള്ളം നേർത്ത ധൂളികളായി തെളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പരമ്പരാഗതമായ രീതികളേക്കാൾ ഒരു 30 മുതൽ 60% വരെ വെള്ളം ലാഭിക്കാവുന്ന ഈ രീതിയിൽ ഊർജ ഉപഭോഗവും താരതമ്യേന കുറവാണ്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു മെച്ചം എന്ന് പറഞ്ഞാൽ താരതമ്യേന ലളിതമായിട്ട് നമുക്കിതിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതിനാൽ ഈ തോട്ടം നനയ്ക്കുന്നതിന് തൊഴിലാളികളെ ഏർപ്പെടുത്തേണ്ടി വരുന്നില്ല. രാത്രി കാലങ്ങളിൽ പോലും നനയ്ക്കാനാവും. അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലും ഇത് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യുന്നു. അതുപോലെ ചാലുകളോ മറ്റ് തടങ്ങളോ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് വിള സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല. അതുപോലെ നമ്മൾ ഈ സൂക്ഷ്മ ജലസേചന രീതി ആയതുകൊണ്ട് ജലം, അതായത് വെള്ളം പതുക്കെയാണ് കിനിഞ്ഞിറങ്ങുക. അതുപോലെ മണ്ണിലെ വായു സാന്നിധ്യത്തെ ഒരു തടസ്സവും ഇത് ചെയ്യുകയില്ല. അത് കാരണം ഈ ചെടികളുടെ വളർച്ചയ്ക്ക് ഒരു നല്ല പരിസ്ഥിതി ഉണ്ടാക്കുകയും വേരുപടലങ്ങൾ അതിൻ്റെ ചുറ്റും രൂപപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫലമായി വിളകൾ നേരത്തെ മൂപ്പെത്തുകയും അതുപോലെ തന്നെ വിളകളിൽ ഗണ്യമായ ഒരു അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ ഈ ഗാർഡനിൽ കാണുന്ന ഈ ബ്ലാക്ക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കളകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൾച്ചിങ് വീഡ് മാറ്റാണ്. അപ്പോൾ അത് വിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. മൈക്രോ സ്പ്രിങ്ക്ലർ വർക്ക് ചെയ്യുന്നത് കാണാം. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ഇത് ഇൻസ്റ്റാൾ ചെയ്ത ഒരു പ്രാവശ്യം നമ്മളിത് സ്ഥാപിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വർഷം നമുക്ക് കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും വേണ്ടി വരുന്നില്ല. കൃത്യമായി നമ്മളിത് പരിപാലിക്കുന്ന ഒരു നല്ലൊരു ജലസേചന മാർഗമായിട്ട് നമുക്കിത് കൊണ്ടു നടക്കാൻ പറ്റും. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വളങ്ങൾ, ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ വേണമെങ്കിൽ നമുക്ക് ജലസേചനത്തോടൊപ്പം നമുക്ക് കൊടുക്കാൻ പറ്റും.
പിന്നെ മറ്റ് ജലസേചന മാർഗ്ഗങ്ങളൊക്കെ പിന്നെ വലിയ കൂടുതലൊന്നായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണൊക്കെ ഒഴുകി പോകാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.